മാന്യ പ്രേക്ഷകർക്ക് നിഴലുകളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രാദേശിക ഭരണകൂട തലവന്മാരോടൊപ്പം ഞങ്ങൾ നടത്തുന്ന യാത്ര. ഭരണകൂടത്തിൻ്റെ കാലാവധി ഇനി ഏതാനും മാസങ്ങൾ മാത്രം. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളും ഇന്നത്തെ നാടിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും മാറ്റിവെക്കുന്ന ഈ യാത്രയിൽ നമ്മോടൊപ്പമുള്ളത് പാലാ നഗരസഭയുടെ ചെയർമാൻ ശ്രീ കുര്യാക്കോസ് പടവൻ. പാലാ നഗരസഭ കഴിഞ്ഞ 3 വർഷക്കാലമായി 100% പദ്ധതി വിഹിതം ചെലവഴിച്ചു. ആദ്യ വർഷം 70% ചെലവഴിക്കുവാനായി കഴിഞ്ഞു. 4ാമത്തെ വർഷവും 100% തുക വിനിയോഗിക്കുവാനായി കഴിഞ്ഞു. ഇത്രയും അധികം പൂർണ്ണമായും തുക ചെലവഴിക്കുവാനായി കഴിഞ്ഞത് നഗരസഭയ്ക്ക് അനുവദിച്ചു കിട്ടിയ മുഴുവൻ തുകയും അതാത് മേഖലകളിൽ അതാത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാകുന്ന പദ്ധതികൾ മാത്രം രൂപകൽപ്പന ചെയ്യുകയും പദ്ധതികൾ പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ആദ്യമേ തന്നെ തീരുമാനിച്ചതിൻ്റെയും അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ പദ്ധതി വിഹിതം 100% ചെലവഴിക്കുവാനായി കഴിഞ്ഞത്. 100% പദ്ധതി വിഹിതം ചെലവഴിച്ചതിലൂടെ പാലാ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ള അഭിമാനം ഞങ്ങൾക്ക് ഏവർക്കുമുണ്ട്. പാലായിലെ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമാക്കുവാനായി കഴിഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാന നേട്ടം എന്ന് പറയുന്നത് അനുവദിച്ചു കിട്ടിയ തുക പൂർണ്ണമായും അതാത് മേഖലകളിൽ ചെലവഴിച്ചതാണ് എന്ന അഭിമാനത്തോടുകൂടി ഓർക്കുന്നു. കേരളത്തിന്റെ ശാപമായി മാറിയിരിക്കുന്ന മാലിന്യ സംസ്കരണ പ്രശ്നങ്ങളെ എങ്ങനെയാണ് സമീപിക്കുന്നത്? മാലിന്യ സംസ്കരണം പാലാ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നമായിരുന്നു. മാസത്തിലൊരിക്കൽ എല്ലാ രോഗികളെയും പരിശോധിക്കുകയും അതിലുപരിയായി കൂടുതൽ സൗകര്യങ്ങൾ വേണ്ട ആളുകൾക്ക് 2 ആഴ്ചയിലോ ആഴ്ചയിലോ ഒരിക്കൽ ചെല്ലുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അവർക്ക് ആവശ്യമായ ബെഡുകൾ, വീൽ ചെയറുകൾ, അങ്ങനെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വയോമിത്രം പരിപാടി, അത് പാലാ നഗരസഭയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രവർത്തനമാണ് വയോമിത്രം പദ്ധതിയിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നത്. പാലാ നഗരത്തിലെ 20 കേന്ദ്രങ്ങളിലായി ഏതാണ്ട് 750ഓളം രോഗികളെ പരിചരിക്കുവാനായി കഴിയുന്നുണ്ട്. 65 വയസ്സിന് മേൽ പ്രായമുള്ള 750ഓളം രോഗികളെ പരിചരിക്കുവാൻ അവരുടെ കേന്ദ്രങ്ങളിൽ എത്തി അവർക്ക് ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കുകയും അതുപോലെ സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യുവാനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയ ഒരു സഹായമാണ് ഈ മേഖലയിലുള്ള ആളുകൾക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയിലുള്ള സ്ഥാപനമാണിത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലാ നഗരസഭ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ആനുകൂല്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അവർ ചെയ്യുന്ന ഈ സേവനം വളരെയധികം സുദീർഘമാണ്. നഗരത്തിലെയും മറ്റു പ്രാന്ത പ്രദേശങ്ങളിലെയും ട്രാഫിക് യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? പാലാ നഗരത്തില് ട്രാഫിക് പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പാലായിലെ എല്ലാ റോഡുകളും തന്നെ BMBC നിലവാരത്തിലേക്ക് ഉയർത്തുവാനായി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട കേരള ധനകാര്യമന്ത്രി KM മാണി സാറിൻ്റെ നാടായ പാലായില് എല്ലാ റോഡുകളും തന്നെ മനോഹരമായി ടാറിങ് പൂർത്തിയാക്കുവാനായിട്ട് കഴിഞ്ഞു. ബസ് കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പാലായിൽ പുതിയതായി നിർമ്മിക്കുവാനായിട്ട് കഴിഞ്ഞു. ബസ്സുകൾ പൂർണ്ണമായും വെയിറ്റിംഗ് ഷെഡിനുള്ളിൽ കയറി നിൽക്കാവുന്ന രീതിയിലുള്ള വെയിറ്റിംഗ് ഷെഡുകളാണ് പാലായിൽ തീർത്തിരിക്കുന്നത്. ആ രീതിയിലുള്ള 4 വെയിറ്റിംഗ് ഷെഡുകൾ പാലായിൽ തീർക്കുവാനായി കഴിഞ്ഞു എങ്കിലും പാലാ നഗരത്തിലാണ് ഏറ്റവും ആദ്യമായി ഇതുപോലെയുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ് സ്ഥാപിക്കുവാനായിട്ട് കഴിഞ്ഞത്. അവിടെ പൂർണ്ണമായും ബസ്സുകൾക്ക് കയറി നിൽക്കാവുന്ന രീതിയിലുള്ള വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുകയും അത് മറ്റ് പല നഗരങ്ങളും അതിനെ മാതൃകയാക്കിക്കൊണ്ട് അതേ രീതിയിലുള്ള ബസ് സ്റ്റോപ്പുകൾ പിന്നീട് നിർമ്മിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. സഭയുടെ കുടുംബശ്രീ കോട്ടയം ജില്ലയിൽ 1ാമതായി എത്തുവാനായി കഴിഞ്ഞത് കുടുംബശ്രീ പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പാലാ നഗരസഭയിൽ ഒരു ക്യാൻറ്റീൻ നടത്തുകയും അതുപോലെ തന്നെ പാലാ നഗരസഭയിൽ എത്തുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമായ അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ തുടങ്ങിയുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കൂടാതെ നഗരസഭയിലെ സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഓട്ടോറിക്ഷ പരിശീലനം നടത്തുന്നതിന് കുടുംബശ്രീ ശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് ഓട്ടോറിക്ഷ പരിശീലനം നടത്തുകയും ഓട്ടോറിക്ഷ ഓടിക്കുന്ന വനിതാ പ്രവർത്തകർ ഇന്ന് പാലാ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ പാലാ നഗരസഭ നടത്തി വരുന്ന 20 രൂപയ്ക്ക് ഉള്ള ഊണ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനുള്ള വാഹനം ഓടിക്കുന്നത് ഒരു വനിതാ കുടുംബശ്രീയുടെ അംഗമാണ്. അങ്ങനെ തുടങ്ങി കുടുംബശ്രീയുടെ സജീവമായ പങ്കാളിത്തം ആ രംഗത്ത് ലഭിക്കുന്നുണ്ട്. കൂടാതെ നഗരസഭ നടപ്പിലാക്കുന്ന
ലാബിന്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നതും കുടുംബശ്രീയാണ്.